അത്തരത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യ എങ്ങനെ ഉൾക്കൊള്ളാമെന്ന ചർച്ച 1990കളുടെ മധ്യത്തോടെ, അതായത് അനുബന്ധ ഏജൻസികൾ, ഇപ്പോൾ കേരള സർക്കാരിൻ്റെയൊക്കെ കീഴിൽ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പാഠപുസ്തകം ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വികസിപ്പിക്കാനുമായിട്ട് SIE ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് എക്സാമുകളിൽ ഇത് ഞാൻ LP-UPക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡയറ്റുകൾ രൂപം കൊണ്ടത്. ഹായ്, നമസ്കാരം. എൻട്രിയുടെ A to Z സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ടോപ്പിക്കുകളിലൂടെ കഴിഞ്ഞ കുറേ പാർട്ടുകളിലായിട്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് പല ക്ലാസ്സുകളിൽ ലൈവിലൊക്കെ വന്നപ്പോഴും ഡൗട്ട് ചോദിച്ച അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ചോദിച്ച ഒരു ടോപ്പിക്കിനെയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് അനുബന്ധ ഏജൻസികൾ. ഇപ്പോൾ കേരള സർക്കാരിൻ്റെയൊക്കെ കീഴിൽ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചില അനുബന്ധ സ്ഥാപനങ്ങൾ. കേരളത്തിൻ്റെ കോണ്ടസ്റ്റിലാണ് നമ്മളിത് പറയാൻ പോകുന്നത്. നാഷണൽ ലെവലിൽ ഒരുപാടെണ്ണമുണ്ട്. ഇപ്പോൾ NCERT തൊട്ട് CBSE അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയങ്ങൾ, ഇതിൻ്റെയൊക്കെ വർഷങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റെ കോണ്ടസ്റ്റിലേക്ക് സ്റ്റേറ്റ് ലെവലിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അനുബന്ധ സ്ഥാപനങ്ങളിൽ ആദ്യം ഉറപ്പായും പറയേണ്ടത് SCERT ആണ്, അല്ലേ? SCERT എന്താണെന്നറിയാമല്ലോ. NCERTയുടെ ഫുൾ ഫോമിൽ എന്നിന് പകരം S ഇടുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും പാഠപുസ്തകം ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വികസിപ്പിക്കാനുമായി 1960കളിൽ ആരംഭിച്ച സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, SIE എന്ന് പറയുന്നത്. 1960കളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും പാഠപുസ്തകം ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വികസിപ്പിക്കാനുമായിട്ട് SIE ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് SCERT വേണമെന്നുള്ളൊരു നിർദ്ദേശമൊക്കെ വരുന്നത്. അതെപ്പോഴാണെന്ന് നോക്കാം. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ട ശ്രീ ശേഷാദ്രി അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ, നിങ്ങളങ്ങനെ ശ്രദ്ധിക്കാത്ത ചില പേരുകളൊക്കെയാണ്. അക്കാദമിക തലത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഗവേഷണ പരിപാടികൾക്ക് ഊന്നൽ നൽകാൻ NCERT മാതൃകയിൽ സംസ്ഥാനങ്ങളിൽ SCERTകൾ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തു. 1961 കാലഘട്ടത്തിലൊക്കെയാണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് രൂപപ്പെടുന്നത്. പിന്നീട് 1986 ആ ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശേഷാദ്രി അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ പിന്നീട് NCERT മാതൃകകൾ സ്റ്റേറ്റ് ലെവലിൽ, സംസ്ഥാന ലെവലിൽ SCERTകൾ സ്ഥാപിക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കമ്മീഷൻ്റെ ശുപാർശ പരിഗണിച്ച് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന SIE 1994 സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആയി രൂപാന്തരപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ SIE ആണ് പിന്നീട് SCERT ആയിട്ട് മാറുന്നത്. ഏത് വർഷമാണ്? 1994 ഇത്തരത്തിൽ SCERT രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് എക്സാമുകളിൽ ഇത് ഞാൻ LP-UPക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ്, KTETന് ബാധകമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ സെറ്റിൻ്റെയൊക്കെ ജനറൽ പേപ്പറുകൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് ലെവലിലും, ഈവൻ നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അടുത്തത് നോക്കൂ, CMAT എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനുമുള്ള കഴിവ് ശാസ്ത്രീയമായി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. 2005 CMATൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് 2005 ആരംഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വർഷം ഓർത്തിരിക്കണം, CMATൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കണം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഹെഡ് മാസ്റ്റർമാർക്കും പ്രിൻസിപ്പൽമാർക്കും അഡ്മിനിസ്ട്രേറ്റർമാരുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനുമുള്ള കഴിവ് ശാസ്ത്രീയമായി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CMAT എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം, ഏത് വർഷമാണെന്ന് പ്രതീക്ഷിക്കാം, അതിൻ്റെ ഫുൾ ഫോമും പ്രതീക്ഷിക്കാം. ഓർത്തിരിക്കണം, ഇതിനു മുമ്പ് CMAT ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. SIET പഠന ബോധന പ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തുക, അതിനാവശ്യമായ വിഭവങ്ങളും രീതിശാസ്ത്രവും വികസിപ്പിക്കുക,
എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി 1999 SIET ഫുൾ ഫോം എന്താ? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നതാണ് SIET ഫുൾ ഫോം. 1999 രൂപപ്പെടുന്നത്. ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനകത്ത് സാങ്കേതിക വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഡയറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡയറ്റ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ജില്ലാതല വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളാണ് ഡയറ്റുകൾ. ചോദിക്കാം, ഏത് വിദ്യാഭ്യാസ നയം? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡയറ്റുകൾ രൂപം കൊണ്ടത്. 1989 കേരളത്തിൽ 3 ജില്ലകളിൽ ഡയറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു. 86 ഇത് രൂപം കൊള്ളുന്നത്. 89 കേരളത്തിൽ ഡയറ്റുകൾ ആദ്യമായിട്ട് 3 സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് എല്ലാ ജില്ലകളിലും ഡയറ്റുകളുണ്ട്. ഗുണമേന്മ വിദ്യാഭ്യാസത്തിൽ ജില്ലയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകലാണ് ഡയറ്റുകൾ ചെയ്യുന്നത്. പ്രീ സർവീസ്, ഇൻ സർവീസ് പരിശീലനങ്ങൾ ഡയറ്റുകളുടെ പ്രവർത്തന പരിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഡയറ്റുകളാണ് പ്രധാനമായിട്ടും DELD പോലുള്ള കോഴ്സുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഡയറ്റുകൾ. വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗം. ഏത് വിദ്യാഭ്യാസ നയം? 1986 ജില്ലാതല വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ അല്ലേ, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഡയറ്റ് എന്ന് പറയുന്നത് മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്. ഈ 86 നയത്തിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് ഇതിനു മുമ്പ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത നോക്കൂ, BRC ആണ്. BRC ഫുൾ ഫോം പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകളാണ്. BRC. ഇതിൻ്റെ വരവിന് കാരണമായത് DPEP എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. DPEPയുടെ ഫുൾ ഫോം അറിയണം, വർഷം അറിയണം. അത് നാഷണൽ ലെവൽ ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് BRC ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകൾ വന്നിട്ടുള്ളത്. പിന്നീട് സർവശിക്ഷാ അഭിയാൻ വരുന്ന സമയത്ത് ഇത് കൂടുതൽ കരുത്ത് പ്രാപിച്ചു. പിന്നീട് പ്രൈമറി അധ്യാപക പരിശീലനത്തിന് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നേതൃത്വം നൽകുന്ന BRCകൾ ഇന്ന് സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലാ വിദ്യാഭ്യാസ ഉപജില്ലകളിലും ഉണ്ട്. ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകൾ ഇന്ന് ഏതാണ്ട് എല്ലാ വിദ്യാഭ്യാസ ഉപജില്ലകളിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അത് വന്നത് DPEPയുടെ ഒക്കെ ഭാഗമായിട്ടാണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കൂ, ഓപ്പൺ സ്കൂളുകൾ. സ്കോർ കേരള, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ സ്കൂൾ ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന സ്കോർ കേരള എന്ന് പറയുന്ന കൺസെപ്റ്റ് തൊഴിൽ ചെയ്യുന്നതോടൊപ്പം പഠനവും തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ SCRTയുടെ ഭാഗമായി 1999 SCRTയുടെ ഭാഗമായി കേരളത്തിൽ ഓപ്പൺ സ്കൂൾ ആരംഭിച്ചത്. ഹയർ സെക്കൻഡറി പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾക്ക് തുടർ പഠനത്തിനായി 2002 മുതൽ ഓപ്പൺ സ്കൂൾ വഴി സൗകര്യമുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പൺ സ്കൂളുകൾ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റലി ചലഞ്ചഡ് എന്ന് പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവും പുനരധിവാസവും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അത് തിരുവനന്തപുരത്ത് പാങ്ങാപ്പാറയിൽ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റലി ചലഞ്ചഡ് എന്നുള്ളതാണ് ഫുൾ നെയിമായിട്ട് വരുന്നത്. തിരുവനന്തപുരത്താണെന്ന് മനസ്സിലാക്കണം. 1963 ആരംഭിച്ച ഈ സ്ഥാപനം 1983 സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ കീഴിലായി 2006 വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനം തിരുവനന്തപുരത്താണ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റലി ചലഞ്ചഡ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, വേണമെങ്കിൽ ചോദ്യമായിട്ട് വരാവുന്നതാണ്. ഓൾറെഡി പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾ ചോദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോഴത്തെ കൈറ്റ്, പണ്ടത്തെ ITH സ്കൂൾ എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളോട് വിമർശനപരവും അനുഭാവപൂർണമായ സമീപനമാണ് കേരളീയ സമൂഹം എന്നും കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തിലും ബാധകമാണ്. സാങ്കേതിക രംഗത്തുണ്ടായ ത്വരിതഗതിയിലുള്ള വളർച്ച വിദ്യാഭ്യാസ രംഗത്തും അനുരണനങ്ങളുണ്ടാക്കി. അത്തരത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യ എങ്ങനെ ഉൾക്കൊള്ളാമെന്ന ചർച്ച 1990കളുടെ മധ്യത്തോടെ തുടങ്ങിയിരുന്നു. അപ്പോൾ ജനറലായിട്ട് വിദ്യാഭ്യാസത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രംഗത്ത് ഈ പറയുന്ന രീതിയിൽ ഡിജിറ്റലായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച്, ടെക്നോളജിക്കലായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചിട്ട് എല്ലാ കാലവും കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാങ്കേതിക വിദ്യാഭ്യാസ സാധ്യതകൾക്കുള്ള പ്രായോഗിക പദ്ധതി എന്ന നിലയിൽ 2001 ITH സ്കൂൾ പദ്ധതി ആരംഭിക്കാൻ കാരണമായത്. 2001 കേരളം ITH സ്കൂൾ എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത്. വിവര സാങ്കേതിക രംഗത്തെ സാധ്യതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നതിനപ്പുറം പഠനത്തിന് സഹായകമായ തരത്തിൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുക എന്നതും പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ITH സ്കൂൾ ആരംഭിക്കുന്നത് 2001 എന്ന് മനസ്സിലാക്കുക. ITH സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വ്യാപകമായി കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്.
2006-2011 കാലഘട്ടത്തിൽ ഈ രംഗത്ത് കുതിച്ചുചാട്ടം നടത്താൻ സാധിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ചാനലായിട്ടുള്ള വിക്ടേഴ്സ് ITH സ്കൂളിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇന്ന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് എന്ന കമ്പനിയുടെ ഭാഗമാണ് ITH സ്കൂള്. കൈറ്റിൻ്റെ ഫുൾ ഫോം പഠിച്ചോണേ. എന്താ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് കൈറ്റിൻ്റെ ഫുൾ ഫോം. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അധ്യാപക രക്ഷകർത്തൃ സമിതി PTA, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി SMC, ഈ 2 കാര്യങ്ങളും സ്കൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. PTAയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്കൂളിൻ്റെ പഠന സാഹചര്യങ്ങൾ വിപുലപ്പെടുത്താൻ സഹായകമായ അധ്യാപക രക്ഷകർത്തൃ സമിതികൾ കേരളത്തിലെ സവിശേഷതയാണ്. രക്ഷകർത്തൃ സമൂഹത്തെ സ്കൂളുമായി ബന്ധപ്പെടുത്താനുള്ള ജനാധിപത്യ സംവിധാനം എന്ന നിലയിലാണ് ഇത് വിഭാവനം ചെയ്തത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിൽ ഭൗതിക പരിസരം വികസിപ്പിച്ചതിൽ ഈ PTAക്ക് വലിയ റോൾ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ PTAകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വികസിച്ചു വന്ന ക്ലാസ് PTAകളും മദർ PTAകളും രക്ഷകർത്തൃ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അഥവാ SMC. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതാണ് SMCയുടെ ഫുൾ ഫോം വേണം ചോദിക്കാം. അതുകൊണ്ട് തന്നെ നിയമപരമായ പരിരക്ഷയും ചുമതലയും ഈ കമ്മിറ്റികൾക്ക് ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. പ്രധാനമായിട്ടും കേരള സർക്കാരിൻ്റെ കീഴിൽ അല്ലെങ്കിൽ കേരളത്തിലെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അഡീഷണൽ ആയിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് പല റിപ്പോർട്ടുകളിലും പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുകൊണ്ട് തീർന്നോ? ഇല്ല, ഒരുപാടെണ്ണം ഉണ്ട്. ഇതുപോലെ നാഷണൽ ലെവലിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റ് വീഡിയോസിലൂടെ, മറ്റ് പാർട്ടിലൂടെയൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. A to Z സീരീസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.